എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലഞ്ചിനുള്ള കറികൾ റെഡിയാക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം മീൻകറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതിന് തക്കാളി, സവാള, പച്ചമുളക് ഇത്ര അരിഞ്ഞത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം ചതച്ചതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർക്കാനുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് അല്പം തേങ്ങയും ആ തേങ്ങയുടെ കൂട്ടത്തിൽ മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് ഞാൻ അരച്ചെടുത്തതാണ്. അതും കൂടി ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കണം. അപ്പോൾ ആ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ചേർത്തെടുക്കുക. പാകത്തിനുള്ള വെള്ളം, നിങ്ങൾക്ക് എന്തോരം ലൂസായിട്ട് അത് വേണോ അതിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരല്പം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തതൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അയിലയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയ അയില നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കത് അടച്ചു വച്ച് വേവിച്ചെടുക്കാം. അത് വേവുമ്പോഴത്തേക്കും അടുത്തത് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് തോരനാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞ് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കുക. 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ബീട്രൂട്ടും ഒരു സവാളയും കൂടിയാണ് ചേർത്തത്. ഒരു മീഡിയം സൈസ് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഒരല്പം മുളക് പൊടി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. രണ്ട് കറിവേപ്പില, അല്പം തേങ്ങ ചിരകിയത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. അതവിടെ ഇരുന്ന് വേവട്ടെ. ഇടയ്ക്ക് അടപ്പൊന്ന് മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്തോന്നൊക്കെ നോക്കുക. ഉപ്പും മുളകൊക്കെ പാകത്തിനാണെന്ന് നോക്കാം. എനിക്കിപ്പോൾ ഇത് ഉപ്പും എല്ലാം കറക്റ്റാണ്. എല്ലാം പാകത്തിന് ചേർത്തിട്ടുണ്ട്. എൻ്റെ മീൻകറി നന്നായിട്ട് തിളച്ച് നല്ല പാകത്തിനായി വരുന്നുണ്ട്. ഇത് റെഡിയാവുന്നതിൻ്റെ ഇടയ്ക്ക് 2 പപ്പടം കൂടി കാച്ചിയെടുക്കാം. ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് പപ്പടം പൊരിച്ചെടുക്കാം. അങ്ങനെ പപ്പടം എല്ലാം കാച്ചിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തോരൻ ശരിക്കും വെന്ത് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അല്പം പച്ച വെളിച്ചെണ്ണയും കൂടി മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് 2 മീൻ വറുത്തെടുക്കണം. ചട്ടി ചൂടായിട്ട് അതിനകത്തേക്ക് ഞാൻ കറിവേപ്പില, എണ്ണ ചൂടായപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിനകത്തേക്ക് പൊരിക്കാനുള്ള മീനുകൾ വെച്ചെടുക്കാം. മീൻ മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ ലഞ്ചിനുള്ള കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മീൻകറി, ബീട്രൂട്ട് തോരൻ, മീൻ വറുത്തത്, പപ്പടം കാച്ചിയത്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുകയും ചെയ്യണം.